ഹലോ, നമുക്കിപ്പോൾ ഹൈദരാബാദ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ലോങ് വീഡിയോ കൂടിയാണ് കേട്ടോ. വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്ന് ആലോചിച്ച് ഉച്ച വരെ ആയിട്ടുണ്ടായി. പിന്നെ ഞാൻ ആലോചിച്ച് ഇതൊരു മെമ്മറി കൂടിയാണല്ലോ, എടുത്ത് വെക്കാം എന്ന് ആലോചിച്ച് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു 28 മണിക്കൂർ യാത്ര വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ. നമ്മളൊരു 7:45 ട്രെയിൻ കയറിയിട്ട് പിറ്റേ ദിവസം 11:45 കേട്ടോ അവിടെ എത്തിയപ്പോൾ. ഞാനപ്പോൾ എൻ്റെ ടൈം കളഞ്ഞിരുന്നത് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ബുക്ക് വായിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ബുക്കൊന്നും വായിച്ച് അങ്ങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുറേ നേരം അങ്ങനെയൊക്കെ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയപ്പോഴും നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. ട്രെയിനിൽ നിന്ന് അങ്ങനെ വാങ്ങി കഴിച്ചിട്ടുണ്ടായില്ല. വയറിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ആലോചിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യും. ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ സ്വിഗ്ഗിയിൽ ഡെലിവറി ബോയ് വന്ന് ഫുഡ് തരുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് കൂടുതലും ചെയ്തിരുന്നത്. പിന്നെ ചായയൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രി ആയപ്പോൾ എല്ലാവരും കയറി കിടക്കുകയാണ് കേട്ടോ. അനിയനും അച്ഛനും അമ്മയും ഞാനുമാണ് പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റും ബുക്കൊക്കെ വായിച്ച് അങ്ങനെ സമയം കളഞ്ഞ് 11:45 നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു വേറെ മോഡലായിരുന്നു കേട്ടോ. അത് അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഒരു അങ്കിള് വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്കിള് നമ്മൾ പാക്കേജ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്കിള് വന്ന് പിക്ക് ചെയ്ത് റൂമിൽ കൊണ്ടാക്കി. നമ്മൾ പിന്നെ കുളിച്ച് ഫ്രഷായി നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോയി. പത്തേമാരി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു. നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. മീൽസൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ പിള്ളേരൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു അസ്മാബി കോളേജിലെ പിള്ളേരായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. കൊടുങ്ങല്ലൂരുള്ളവർക്കറിയാം. അപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായി. പിന്നെ നമ്മൾ നേരെ പോയത് പബ്ലിക് ഗാർഡനിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ഒരു 20 റുപ്പീസ് എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. ഗാർഡൻ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പബ്ലിക് ഗാർഡൻ ആണ്, ഗവൺമെൻറ്റിൻ്റെ ഗാർഡൻ ആണെങ്കിലും അവിടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് സെക്രട്ടേറിയറ്റും വരുന്നത്. അപ്പോൾ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് കാണാം കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നടന്ന് അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് NTR ഗാർഡനിലേക്കാണ് കേട്ടോ. ഈ പബ്ലിക് ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് NTR ഗാർഡനും സെക്രട്ടേറിയറ്റും ഒക്കെ വരുന്നത്. ആക്ച്വലി നമുക്ക് ഇന്ന് വലിയ സ്ഥലങ്ങൾ കാണലില്ല. ഇന്ന് നമുക്ക് റെസ്റ്റ് ഡേ ആണ്, കാരണം നമ്മൾ വന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ NTR ഗാർഡനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ NTRൻ്റെ സ്മാരകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സെക്രട്ടേറിയറ്റ് കാണാനാണ് കേട്ടോ. സെക്രട്ടേറിയറ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. കാരണം നമ്മളെന്തൊരു കൊട്ടാരോ താജ്മഹലോ എന്തൊക്കെയോ കണ്ടൊരു ഫീലായിരുന്നു. കാരണം നമ്മുടെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ബിൽഡിങ്ങൊക്കെ ഒരു ചെറിയ ബിൽഡിംഗ് അല്ലേ. ഇതൊരു വേറെ തന്നെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. അത് രാത്രി കാണാനാണെങ്കിൽ അതിലടിപൊളി. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ സ്ട്രീറ്റിൽ കുറച്ചിങ്ങനെ ഫുഡൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, പോപ്കോണും സംഭവങ്ങളൊക്കെ. അവിടെയൊക്കെ ഒന്ന് നടന്നു. പിന്നെ നമ്മൾ നേരെ പോയത് BR അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ സ്റ്റാച്ചു, എനിക്ക് തോന്നുന്നു 126 അടി എന്തോ ഉണ്ട് കേട്ടോ ആ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട്. അത്രയും വലുത്, നമുക്കത് വീഡിയോയിൽ കാണുമ്പോൾ തോന്നണില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഒരു പേളിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് അമ്മ മാലയും കമ്മലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഒരു വള പോലത്തെ ഒരു സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പേൾ അവിടുത്തെ ഒറിജിനലൊക്കെ ആണെന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്തത് പോയത് ലുംബിനി പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ പോയത് ആക്ച്വലി നമ്മൾ ലേസർ ഷോ കാണാൻ വേണ്ടിയാണ് പോയത്. അവിടെ നമ്മൾ നേരത്തെ ചെന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ലേസർ ഷോ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രാത്രി ആയിട്ടുണ്ടായി. കാരണം അപ്പോൾ കണ്ടാലല്ലേ ഒരു രസമുള്ളൂ. അപ്പോൾ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അത് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഹൈദരാബാദിൻ്റെ ഒരു സ്റ്റോറി പറയുന്ന ഒരു ലേസർ ഷോ ആയിരുന്നു കേട്ടോ, വാട്ടർ വെച്ചിട്ട്. അതും നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ വ്യൂ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചു. ഇന്നത്തെ ഡേ അങ്ങ് അവസാനിപ്പിച്ചിട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, നാളെ കാണാം, ബൈ.